ഭക്ഷണം കഴിക്കുന്ന വേളയിൽ വുളു ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും 2 കൈകളും വായയും കഴുകൽ സുന്നത്താണ്. അപ്പോൾ ഇടത് കൈയുടെ ആവശ്യമില്ലെങ്കിലും ഉപയോഗമില്ലെങ്കിലും കഴുകൽ സുന്നത്താണ്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പൊട്ടോ പൊടിയോ മറ്റോ മാറ്റാൻ ഇടത് കൈ ആവശ്യമായി വന്നേക്കാമല്ലോ. ബഹുമാനപ്പെട്ട സഹാബിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്, ഇന്ന ബറക്കത്ത ത്വആമി അൽ വുളു ബഅദഹു, ഭക്ഷണം കഴിച്ചതിന് ശേഷം വുളു എടുക്കുന്നതിലാണ് ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് ഉള്ളത് എന്ന് ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് തിരുനബി തങ്ങൾ പറഞ്ഞു, ബറക്കത്ത ത്വആമി അൽ വുളു ഖബ്ലഹു വൽ വുളു ബഅദഹു. ഇവിടെ വുളു എന്ന് പരാമർശിച്ചത് കൈ കഴുകുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും 2 കൈകളും കഴുകണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ബറക്കത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോഷകങ്ങൾ ശരിയായി ശരീരഭാഗങ്ങളിൽ പിടിക്കുകയും ദോഷവശങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുക. മറ്റൊന്ന്, ഇങ്ങനെ 2 കൈകളും കഴുകി വൃത്തിയാകുമ്പോൾ പിശാച് ദൂരത്താകുന്നതാണ്. അതോടൊപ്പം ബിസ്മിയും ചൊല്ലേണ്ടതാണ്. അപ്പോൾ ഇബ്ലീസിൻ്റെ സ്വാധീനം നമ്മളിൽ കുറയുന്നതാണ്. കാരണം മാലിന്യങ്ങളോടാണ് ശൈത്വാന് താൽപ്പര്യമുള്ളത്. ഭക്ഷണത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ 3 തരം തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഖൂത്ത് എന്ന് പറയും. അത് നമ്മൾ സാധാരണയായി കഴിക്കുന്ന അരി, ഗോതമ്പ് പോലെയുള്ള വിശപ്പ് കുറയ്ക്കാൻ വേണ്ടി, വിശപ്പ് മാറ്റാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഖൂത്ത് എന്ന ഇനത്തിൽ വരുന്നത്. അടുത്തതായി ഇദാമ് എന്ന മറ്റൊരിനം. ഈ ഭക്ഷണങ്ങൾക്ക് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ഇദാമ് എന്ന് പറയുന്നു. മറ്റൊന്ന്, മൂന്നാമത്തേത് ആനന്ദത്തിനു വേണ്ടി, ഒരു രസത്തിനു വേണ്ടി തിന്നുന്നത്. അത് ഫാക്കിഹത്ത് എന്ന ഇനത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് തുടങ്ങിയവയെല്ലാം ഫാക്കിഹത്താകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചൂട് ഭക്ഷണം കഴിക്കരുത്. അമിതമായി ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചൂടാറിയിട്ടാണ് കഴിക്കേണ്ടത്. അമിതമായി ചൂടുള്ള ഭക്ഷണം കഴിക്കലും കുടിക്കലും കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് അല്പസമയം നടക്കേണ്ടതാണ്. അശാഇന് ശേഷം അഥവാ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു 100 ചവിട്ടടിയെങ്കിലും നടക്കേണ്ടതാണ് എന്ന് ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തി ഫിഖ്ഹ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെ അശാഇന് ശേഷം, രാത്രി ഭക്ഷണത്തിന് ശേഷം നേരെ പോയി കിടന്നാൽ ഹൃദയത്തെ കഠിനമാക്കാൻ അത് കാരണമാകുമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പം കിടക്കൽ നല്ലതാണെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഹദീസിനെ അടിസ്ഥാനമാക്കിയാണ് അവിടുന്ന് പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാല് കുടിച്ചിട്ട് വായ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുമ്പോഴും ശേഷം വായ കഴുകേണ്ടതാണ്, വളരെ നല്ലതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കേണ്ടതാണ്. അതൊരു നല്ല വ്യായാമമാണ്. കാരണം സുജൂദിൽ രക്തത്തിൻ്റെ ചംക്രമണം നന്നായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം നിസ്കരിക്കൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല ദഹനശക്തി എളുപ്പമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സുബഹിക്ക് മുമ്പുള്ള തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നതിലൂടെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു.